മാർച്ച് മാസത്തിലെ പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങളാണ് നമ്മളോട് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അന്താരാഷ്ട്ര നാണയനിധിയുടെ മാനേജിംഗ് ഡയറക്ടറുടെ ഉപദേശക കൗൺസിൽ അംഗമായ ടാറ്റാ സൺസ് ചെയർമാൻ ആണെന്നാണ് നമ്മളോട് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യമായിട്ട് നമ്മളോട് പരിചയപ്പെടുന്നത് അന്താരാഷ്ട്ര നാണയനിധിയുടെ IMFന്റെ മാനേജിംഗ് ഡയറക്ടറുടെ ഉപദേശക കൗൺസിലിൽ അംഗമായിട്ടുള്ള ഉപദേശക കൗൺസിൽ അംഗമായിട്ടുള്ള ടാറ്റാ സൺസിന്റെ ചെയർമാൻ ആരെന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് എൻ ചന്ദ്രശേഖരനാണ്. എൻ ചന്ദ്രശേഖരൻ എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. എൻ ചന്ദ്രശേഖരൻ. അപ്പൊ IMFന്റെ മാനേജിംഗ് ഡയറക്ടറുടെ ഉപദേശക കൗൺസിൽ അംഗമായ ടാറ്റാ സൺസ് ചെയർമാനാണ് ആര്? എൻ ചന്ദ്രശേഖരൻ എന്ന പേരാണ് ഇവിടെ നമ്മൾ ഓർത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒന്നാമതായിട്ട് പരിചയപ്പെട്ടത് അന്താരാഷ്ട്ര നാണയനിധിയുടെ മാനേജിംഗ് ഡയറക്ടറുടെ ഉപദേശക കൗൺസിൽ അംഗമായ ടാറ്റാ സൺസ് ചെയർമാൻ ആണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് എൻ ചന്ദ്രശേഖരനാണ്. ഇത് നമ്മൾ രണ്ടാമതായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് താഷ്കന്റ് ഓപ്പൺ കിരീടം നേടിയ ഇന്ത്യയുടെ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ ആരെന്ന് ചോദിക്കാം. അപ്പൊ 2025 മാർച്ച് മാസത്തിൽ നടന്ന താഷ്കന്റ് ഓപ്പൺ ചെസ് കിരീടമാണ്. ഓപ്പൺ ചെസ് കിരീടം നേടിയ ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്റർ ഒരു മലയാളിയാണ്. അദ്ദേഹത്തിന്റെ പേര് ഓർത്തിരിക്കുക, നിഹാൽ സരീൻ ആണ്. അതാണ് നിഹാൽ സരീൻ എന്ന പേരാണ് ഇവിടെ നമുക്ക് ഓർത്തിരിക്കുന്നത്. അപ്പൊ ആരൊക്കെയാണ് താഷ്കന്റ് ഓപ്പൺ കിരീടം കിട്ടിയത്? നിഹാൽ സരീൻ ആണെന്നായാലും ഓർത്തിരിക്കുക. അപ്പൊ താഷ്കന്റ് ഓപ്പൺ കിരീടം നേടിയ ഇന്ത്യയുടെ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ 2025 ആരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് നിഹാൽ സരീൻ എന്നാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2025 ഏപ്രിൽ 1 മുതൽ 13 വരെയുള്ള തീയതികളിൽ ഇന്ത്യയും അമേരിക്കയുമായിട്ട് നടന്ന ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റന്റ് ആൻഡ് ഡിസാസ്റ്റർ റിലീഫ് എക്സസൈസ് ഉണ്ട്. അതിന്റെ പേര് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ടൈഗർ ട്രയംഫ് എന്നാണ് ഉത്തരമായിട്ട് വരിക. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? 2025 ഏപ്രിൽ 1 മുതൽ 13 വരെ നടന്നിട്ടുള്ള ഇന്ത്യയും അമേരിക്കയും തമ്മിൽ, ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നടന്ന ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റന്റ് ആൻഡ് ഡിസാസ്റ്റർ റിലീഫ് എക്സസൈസ് ആണ് ടൈഗർ ട്രയംഫ് എന്നറിയപ്പെടുന്നത്. ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റന്റ് ആൻഡ് ഡിസാസ്റ്റർ റിലീഫ് എക്സസൈസ് ആണ് ടൈഗർ ട്രയംഫ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മളിവിടെ പരിചയപ്പെട്ടത് 2025 ഏപ്രിൽ 1 മുതൽ 13 വരെയുള്ള തീയതികളിൽ ഇന്ത്യയും അമേരിക്കയുമായി നടന്ന ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റന്റ് ആൻഡ് ഡിസാസ്റ്റർ റിലീഫ് എക്സസൈസിന്റെ പേര് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ടൈഗർ ട്രയംഫ് എന്നാണ്. അപ്പൊ ടൈഗർ ട്രയംഫ് എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റന്റ് ആൻഡ് ഡിസാസ്റ്റർ റിലീഫ് എക്സസൈസ് ആണ്. അത് നടന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിലാണ്. 2025 ഏപ്രിൽ 1 മുതൽ 13 വരെയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് US ആസ്ഥാനമായ സുഡോബി തയ്യാറാക്കിയ പട്ടിക പ്രകാരം ലോകത്തെ ഏറ്റവും സുരക്ഷിതമായി വാഹനം ഓടിക്കാൻ കഴിയുന്ന രാജ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് അത് നോർവേ ആണ്. ലോകത്തെ ഏറ്റവും സുരക്ഷിതമായിട്ട് വാഹനം ഓടിക്കാൻ പറ്റുന്ന രാജ്യം. ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്ന US ആസ്ഥാനമായിട്ടുള്ള സുഡോബി ആണെന്ന കാര്യം ഓർത്തിരിക്കുക. US ആസ്ഥാനമായിട്ടുള്ള സുഡോബിയുടെ റിപ്പോർട്ടാണ്. അതേസമയത്ത് ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ 49ാമതാണ്. ഈ ഒരു പട്ടികയിൽ 49ാം സ്ഥാനത്താണ്. സുരക്ഷിതമായിട്ട് വാഹനം ഓടിക്കാൻ പറ്റുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ എത്രാമതാണ്? 49ാണ്. അപ്പോൾ US ആസ്ഥാനമായിട്ടുള്ള സുഡോബി തയ്യാറാക്കിയ പട്ടിക പ്രകാരം ലോകത്തെ ഏറ്റവും സുരക്ഷിതമായിട്ട് വാഹനം ഓടിക്കാൻ കഴിയുന്ന രാജ്യം ചോദിച്ചാൽ നോർവേ ആണ്. ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് 49ാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് സുവിൻ പോർട്ടൽ എന്തെന്നാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് സുവിൻ പോർട്ടലിനെ കുറിച്ചാണ്. എന്താണ് സുവിൻ പോർട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പാമ്പ് വിഷ വാക്സിൻ ലഭ്യത ഉറപ്പാക്കാൻ നിലവിൽ വരുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത് സുവിൻ പോർട്ടൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ രാജ്യത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പേ വിഷ അതുപോലെ തന്നെ പാമ്പ് വിഷ വാക്സിൻ ഈ രണ്ടെണ്ണത്തിന്റെയും വാക്സിൻ ലഭ്യത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് എന്ത്? സുവിൻ പോർട്ടൽ എന്ന് പറയുന്നത്. അപ്പൊ രാജ്യത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പാമ്പ് വിഷ വാക്സിൻ ലഭ്യത ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ പേര് ഓർത്തിരിക്കണം. സുവിൻ പോർട്ടൽ എന്നാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ പേര്. ഇനി അടുത്ത രാജ്യത്ത് മുഴുവൻ സ്കൂളുകളിലും ജങ്ക് ഫുഡ് നിരോധിച്ച ഒരു സർക്കാരുണ്ട്. നിരോധിച്ച സർക്കാർ ഏതാണെന്ന് വെച്ചാൽ മെക്സിക്കൻ സർക്കാരാണ്. മെക്സിക്കോയാണ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. മെക്സിക്കൻ സർക്കാരാണ് രാജ്യത്തെ എല്ലാ
സ്കൂളുകളിലും രാജ്യത്തെ എല്ലാ സ്കൂളുകളിലും എന്ത് നിരോധിച്ചിരിക്കുകയാണ്? ജങ്ക് ഫുഡ് നിരോധിച്ചിരിക്കുകയാണ്. ജങ്ക് ഫുഡ് എന്ത് ചെയ്തിരിക്കുകയാണ്? നിരോധിച്ചിരിക്കുകയാണ്. അപ്പൊ രാജ്യത്തെ എല്ലാ സ്കൂളുകളിലും ജങ്ക് ഫുഡ് നിരോധിച്ചിരിക്കുന്ന സർക്കാരാണ് ഏത്? നമ്മുടെ മെക്സിക്കൻ സർക്കാർ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി സ്പൈസസ് ബോർഡിന് പുതിയ ചെയർപേഴ്സൺ വന്നിരിക്കുകയാണ്. നമ്മുടെ സ്പൈസസ് ബോർഡ് അതിന്റെ പുതിയ ചെയർപേഴ്സൺ ആരെന്ന് ചോദിക്കും. നമ്മുടെ സ്പൈസസ് ബോർഡിന്റെ പുതിയ ചെയർപേഴ്സൺ ആരെന്ന് ചോദിച്ചാൽ പുതിയ ചെയർപേഴ്സൺ ആര് എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് വരുന്നത്. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥനാണ്. അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥനാണെന്നാലും ഓർത്തിരിക്കുക. അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥനാണ് സ്പൈസസ് ബോർഡിന്റെ പുതിയ ചെയർപേഴ്സൺ ആയിട്ട് നിയമിതനായത്. ഇത് നമ്മൾ അടുത്തായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് 2025 യോഗാ ദിനം ജൂൺ 21 നമുക്കറിയാം. അപ്പൊ യോഗാ ദിനം ഈ ഒരു യോഗാ ദിനത്തിന്റെ തീമാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഏകഭൂമി ഏകാരോഗ്യത്തിന് യോഗ എന്നതായിരുന്നു. ഏകഭൂമി ഏകാരോഗ്യത്തിന് യോഗ എന്നതായിരുന്നു തീം. ഈ ഒരു സമയത്ത് യോഗാ ദിനത്തിന്റെ സെലിബ്രേഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മുടെ നരേന്ദ്രമോദി പങ്കെടുത്തത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് വിശാഖപട്ടണത്താണ്. എവിടെയാണ്? വിശാഖപട്ടണത്താണെന്ന് കാര്യം ഓർക്കുക. നമ്മുടെ പ്രധാനമന്ത്രി പങ്കെടുത്തത്. ഈ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിക്കാം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന സംസ്ഥാനം ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് മഹാരാഷ്ട്രയാണ്. പണ്ട് ഇത് തന്നെയാണ് ഉത്തരം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന സംസ്ഥാനം ചോദിച്ചാൽ അതേതാണ്? മഹാരാഷ്ട്രയാണ്. 2025 മാർച്ച് മാസത്തില് റിക്ടർ സ്കെയിലില് 7.7 അതുപോലെ തന്നെ 6.4 ഈ തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പങ്ങൾ നടന്ന രാജ്യങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ട ഒന്ന് മ്യാൻമാർ ആണ്. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം മ്യാൻമാർ, രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം തായ്ലാന്റ് ആണ്. ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി അടുത്തത് ഭിന്നശേഷിക്കാർക്കൊപ്പം മാനസിക വെല്ലുവിളി നേരിടുന്നവർ, മാനസിക രോഗം ഭേദമായവർ, ഭൗതിക വെല്ലുവിളി നേരിടുന്ന വ്യക്തികളുടെ രക്ഷിതാക്കൾ എന്നിവർക്ക് തൊഴിൽ ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ പുതിയൊരു പദ്ധതിയുണ്ട്. ഈ പദ്ധതിയുടെ പേര് ഓർത്തിരിക്കുക. ഈ ഒരു പദ്ധതിയുടെ പേര് എബിലിറ്റി ബിയോണ്ട് ലിമിറ്റഡ് എന്നതാണ്. അപ്പൊ പദ്ധതിയുടെ പേര് എന്താണ്? എബിലിറ്റി ബിയോണ്ട് ലിമിറ്റഡ്. അപ്പൊ നമ്മൾ പരിചയപ്പെട്ട പദ്ധതിയുടെ പേര് എബിലിറ്റി ബിയോണ്ട് ലിമിറ്റഡ് എന്നാണ്. ഭിന്നശേഷിക്കാർക്കൊപ്പം മാനസിക വെല്ലുവിളി നേരിടുന്നവർ, മാനസിക രോഗം ഭേദമായവർ, ഭൗതിക വെല്ലുവിളി നേരിടുന്ന വ്യക്തികളുടെ രക്ഷിതാക്കൾ എന്നിവർക്ക് തൊഴിൽ ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് എബിലിറ്റി ബിയോണ്ട് ലിമിറ്റഡ് എന്ന് പറയുന്നത്. അപ്പൊ എബിലിറ്റി ബിയോണ്ട് ലിമിറ്റഡ് എന്ന് പറയുന്ന പദ്ധതി ഭിന്നശേഷിക്കാർക്കോടൊപ്പം മാനസിക വെല്ലുവിളി നേരിടുന്നവർ, അതുപോലെ മാനസികാരോഗം ഭേദമായവർ, അതുപോലെ ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ വ്യക്തികളുടെ രക്ഷിതാക്കൾ ഇവർക്ക് തൊഴിൽ ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് എബിലിറ്റി ബിയോണ്ട് ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഭിന്നശേഷിക്കാർക്കോടൊപ്പം മാനസിക വെല്ലുവിളി നേരിടുന്നവർ, മാനസിക രോഗം ഭേദമായവർ, ഭൗതിക വെല്ലുവിളി നേരിടുന്ന വ്യക്തികളുടെ രക്ഷിതാക്കൾ എന്നിവർക്ക് തൊഴിൽ ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതിയുടെ പേര് വെച്ചാൽ എബിലിറ്റി ബിയോണ്ട് ലിമിറ്റഡ് എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇത് നമ്മൾ ഒരു സാറ്റലൈറ്റിന്റെ പേരാണ് പഠിക്കുന്നത്. ആ സാറ്റലൈറ്റിന്റെ പേര് എന്ന് പറയുന്നത് നിള എന്നാണ്. അപ്പൊ ഈ ഒരു സാറ്റലൈറ്റ് നിർമ്മിച്ചിരിക്കുന്നത് കമ്പനി നമ്മുടെ കേരളത്തിലുള്ള ഒരു കമ്പനിയാണ്. അതായത് തിരുവനന്തപുരം ടെക്നോ പാർക്ക് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ചെറുകിട സാറ്റലൈറ്റ് നിർമ്മാണ കമ്പനിയാണ് X20 എന്ന് പറയുന്നത്. ചെറുകിട സാറ്റലൈറ്റ് നിർമ്മാണ കമ്പനിയാണ് X20 എന്ന് പറയുന്നത്. ഈ ഒരു കമ്പനി നിർമ്മിച്ചിട്ടുള്ള ഒരു ഉപഗ്രഹമാണ് ഇത് നിള എന്ന പേരിൽ അറിയപ്പെടുന്നത്. തിരുവനന്തപുരം ടെക്നോ പാർക്ക് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ചെറുകിട സാറ്റലൈറ്റ് നിർമ്മാണ കമ്പനിയാണ് X20 എന്ന് പറയുന്നത്. അവര് നിർമ്മിച്ചിട്ടുള്ള ഒരു ഉപഗ്രഹമാണ് നിള എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു എന്ന് ചോദിക്കാം. അപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. 6ാമത്തെ ബിംസ്റ്റെക് ഉച്ചകോടിയുടെ വേദി എവിടെയാണെന്ന് ചോദിക്കാം. ഇതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുകയുണ്ടായിരുന്നു. ഇതിന്റെ വേദി എന്ന് പറയുന്നത് തായ്ലാന്റിലെ ബാങ്കോങ് ആണെന്ന് ആരും ഓർത്തിരിക്കുക. ബാങ്കോങ് വെച്ചിട്ടാണ് ഈ ഒരു ഉച്ചകോടി നടന്നത്. ബാങ്കോങ് എവിടെയാണ്? തായ്ലാന്റിലാണ് ബാങ്കോങ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടി അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. അതിൽ എവിടെ വെച്ചിട്ടാണെന്ന് വെച്ചാൽ തായ്ലാന്റിലെ ബാങ്കോങ് വെച്ചിട്ടാണ് ഈ ഒരു ഉച്ചകോടി നടന്നതെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രോഗങ്ങളുടെ വരവൊക്കെ മുൻകൂട്ടി അറിയാനുള്ള ആരോഗ്യവകുപ്പിന്റെ ഒരു ഡിജിറ്റൽ സംവിധാനം വന്നിരിക്കുകയാണ്. ഈ ഡിജിറ്റൽ സംവിധാനത്തിന്റെ പേര് ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരുന്നത് എപ്പിഫോം എന്നാണ്. എപ്പിഫോം എന്നാണ് ഡിജിറ്റൽ സംവിധാനത്തിന്റെ പേര്. അപ്പൊ എന്താണ് എപ്പിഫോം എന്ന് പറഞ്ഞാൽ? രോഗങ്ങളുടെ വരവൊക്കെ മുൻകൂട്ടി അറിയാനുള്ള ആരോഗ്യവകുപ്പിന്റെ ഒരു ഡിജിറ്റൽ സംവിധാനമാണ് നമ്മളിവിടെ പരിചയപ്പെടുത്ത എപ്പിഫോം എന്ന് പറയുന്നത്. ഡിജിറ്റൽ സംവിധാനമാണ് എപ്പിഫോം എന്ന് പറയുന്നത്. കേരള സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ആണ്
ഈ ഒരു സംവിധാനമൊക്കെ ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പൊ രോഗങ്ങളുടെ വരവ് മുൻകൂട്ടി അറിയാനുള്ള ആരോഗ്യ വകുപ്പിന്റെ ഡിജിറ്റൽ സംവിധാനത്തിന്റെ പേര് എപ്പിഫോം എന്നാണ്. എന്താണ്? എപ്പിഫോം എന്നാണ്. എപ്പിഫോം ആട്ടോ. എപ്പിഫോം എന്നാണ്. എപ്പിഫോം എന്നാണ് ഇതിന്റെ പേര്. എപ്പിഫോം എന്നാണ് പേര്. എപ്പിഫോം എന്നാണ് പേര്. എപ്പിഫോം എന്നാണ് പേര്. അപ്പൊ നമ്മൾ പരിചയപ്പെട്ട എന്താണ്? രോഗങ്ങളുടെ വരവ് മുൻകൂട്ടി അറിയാനുള്ള ആരോഗ്യ വകുപ്പിന്റെ ഒരു ഡിജിറ്റൽ സംവിധാനം എപ്പിഫോം എന്നാണ്. കേരള സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ആണ് പ്രസ്തുത സംവിധാനം ആവിഷ്കരിച്ചതെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി തൊഴിലുറപ്പ് വേതനം നമ്മുടെ കേരളത്തിൽ എത്രയാണെന്ന് ചോദിക്കാം. നമ്മുടെ കേരളത്തിൽ തൊഴിലുറപ്പ് വേതനം എത്രയാണ്? തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 369 രൂപയാണ്. 400 രൂപയാണ് എവിടെ വരുന്നത്? ഹരിയാനയിൽ. അപ്പൊ ആദ്യമായിട്ടാണ് ഒരു സ്റ്റേറ്റിൽ 400 രൂപയിലേക്ക് എത്തുന്നത്. അത് ഹരിയാനയിലാണ്. ഏറ്റവും കൂടുതൽ ഹരിയാന. അതേപോലെ തന്നെ കേരളത്തിന്റെ എത്രയാണെന്ന് വെച്ചാൽ 369 രൂപയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യം, ഈ അടുത്ത് ഇന്ത്യ സന്ദർശിച്ച ഒരു ചിലെ പ്രസിഡന്റ് ഉണ്ട്. ഈ അടുത്ത് ഇന്ത്യ സന്ദർശിച്ച ചിലെ പ്രസിഡന്റ് ആര് എന്ന് ചോദിക്കാം. ഈ അടുത്ത് ഇന്ത്യ സന്ദർശിച്ച ചിലെ എന്ന രാജ്യത്തിന്റെ പ്രസിഡന്റ് ആരെന്ന് ചോദിക്കാം. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഗബ്രിയേൽ ബോറിക് എന്നാണ്. ഗബ്രിയേൽ ബോറിക്. അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ഗബ്രിയേൽ ബോറിക്. ഈ അടുത്ത് ഇന്ത്യ സന്ദർശിച്ച ചിലെ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണ് നമ്മളിവിടെ പരിചയപ്പെട്ട ഗബ്രിയേൽ ബോറിക് എന്ന പേര് ഓർത്തിരിക്കാം. ആദ്യമായിട്ട് ഹിന്ദിയിലും കാലാവസ്ഥ അറിയിപ്പുകൾ ലഭ്യമാക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ, ആദ്യമായിട്ട് ഹിന്ദിയിലും കാലാവസ്ഥ അറിയിപ്പുകൾ ലഭിക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് തമിഴ്നാടാണെന്ന കാര്യം ഓർത്തിരിക്കുക. തമിഴ്നാടാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പൊ ആദ്യമായിട്ട് ഹിന്ദിയിലും കാലാവസ്ഥ അറിയിപ്പുകൾ ലഭിക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. ആദ്യമായിട്ട് ഹിന്ദിയിലും കാലാവസ്ഥ അറിയിപ്പുകൾ ലഭിക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് തമിഴ്നാടാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 2025 ഗേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? അപ്പൊ നമ്മളിവിടെ പരിചയപ്പെടുന്നത് ഗേലോ ഇന്ത്യ പാരാ ഗെയിംസ് ആണ്. ഗേലോ ഇന്ത്യ പാരാ ഗെയിംസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഗേലോ ഇന്ത്യ പാരാ ഗെയിംസ് ആണ്. ഇതില് ഒന്നാമതെത്തിയത് 2025 ഒന്നാമതെത്തിയത് ഏത് സംസ്ഥാനമാണ്? ഹരിയാനയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഹരിയാനയാണ്. ഇതിൽ കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചാൽ, കേരളത്തിന്റെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് 13 എന്നാണ്. ഉത്തരമായിട്ട് വരേണ്ടത് 13 എന്നാണ്. അപ്പൊ 2025 ഗേലോ ഇന്ത്യ പാരാ ഗെയിംസ് ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ചോദിച്ചാൽ ഹരിയാന. അതുപോലെ കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചാൽ 13. ഹരിയാനയാണ് ഒന്നാമത്. പാരാ ഗെയിംസിൽ ഒന്നാമത് ആരാണ്? നമ്മുടെ ഹരിയാനയാണ്. കേരളം എത്രാമതാണ്? 13ാമതാണ്. ഈ അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. തേയിലയുടെ കയറ്റുമതി ലോകരാജ്യങ്ങളിൽ എത്ര സ്ഥാനത്താണ് ഇന്ത്യക്ക് എന്ന് ചോദിക്കാം. തേയിലയുടെ കയറ്റുമതിയിൽ ലോകരാജ്യങ്ങളിൽ, അപ്പൊ നമ്മൾ പരിചയപ്പെടുന്നത് തേയിലയാണ്. തേയിലയുടെ കയറ്റുമതി അതിൽ ഇന്ത്യയുടെ സ്ഥാനം, ഇന്ത്യ എത്രാമതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമതാണ്. ഇന്ത്യ എത്രാമതാണ്? രണ്ടാമത്. അപ്പൊ തേയിലയുടെ കയറ്റുമതിയിൽ ലോകരാജ്യങ്ങളിൽ 2ാം സ്ഥാനത്ത് ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ തേയില കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഏതാണെന്ന് വെച്ചാലോ ഉത്തരമായിട്ട് വരേണ്ടത് കെനിയ ആണെന്ന് കാര്യം ഓർത്തിരിക്കുക. കെനിയ, നമ്മൾ ചൈനയിലൊക്കെ ചിലപ്പോൾ പോവാം, ഓർത്തിരിക്കുക കെനിയ ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പൊ തേയില കയറ്റുമതി ഏറ്റവും കൂടുതൽ കെനിയയിലാണ്. രണ്ടാമതാണ് ഇന്ത്യ വരുന്നത് എന്ന കാര്യം ഓർക്കാം. അപ്പൊ തേയിലയുടെ കയറ്റുമതിയിൽ ലോകരാജ്യങ്ങളിൽ 2ാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ തേയില കയറ്റുമതി ചെയ്യുന്ന രാജ്യം കെനിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. 2025 20ാമത്തെ ചോദ്യമായിട്ട് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. 2025 പ്രഖ്യാപിച്ച പ്രൊഫസർ കൊടാകുളം കരുണാകരൻ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നാണ് നമ്മുടെ ചോദ്യം. 2025 പ്രഖ്യാപിച്ച പ്രൊഫസർ കെടാകുളം കരുണാകരൻ പുരസ്കാരം ഇത് ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കെ ജയകുമാറിനാണ്. കെ ജയകുമാർ എന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരിക. 2025 പ്രൊഫസർ കെടാകുളം കരുണാകരൻ പുരസ്കാരം. 2025 പ്രൊഫസർ കെടാകുളം കരുണാകരൻ പുരസ്കാരം അത് ലഭിച്ച ആർക്കാണ്? കെ ജയകുമാറാണ്. 2025 പ്രൊഫസർ കെടാകുളം കരുണാകരൻ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? കെ ജയകുമാറിനാണെന്ന കാര്യം ഓർത്തിരിക്കാം. യാത്രകൾക്കുള്ള നിരക്ക് കണക്കാക്കുമ്പോൾ ഉണ്ടാകുന്ന തർക്കങ്ങൾ കുറയ്ക്കാനും റെഡ് ട്രാക്ക് ചെയ്യുന്നതിനും എറണാകുളം ജില്ലാ ഓട്ടോറിക്ഷ ഡ്രൈവർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരു സംരംഭം ആരംഭിച്ചിട്ടുണ്ട്, ഒരു ആപ്ലിക്കേഷൻ ആരംഭിച്ചിട്ടുണ്ട്. ആ ആപ്ലിക്കേഷന്റെ പേരാണ് വൺ ഡൈ പൈലറ്റ് ആപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്താണ്? യാത്രകൾക്കുള്ള നിരക്ക് കണക്കാക്കുമ്പോൾ ഉണ്ടാകുന്ന തർക്കങ്ങൾ കുറയ്ക്കാനും റൈഡ് ട്രാക്ക് ചെയ്യുന്നതിനും എറണാകുളം ജില്ലാ ഓട്ടോറിക്ഷ ഡ്രൈവർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആരംഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് വൺ ഡൈ പൈലറ്റ് ആപ്പ് എന്ന് പറയുന്നത്.
ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് അരുണാചൽ പ്രദേശിലെ ഉയർന്ന പ്രദേശങ്ങളിൽ സൈന്യം നടത്തിയ സംയോജിത മൾട്ടി ഡൊമൈൻ യുദ്ധാഭ്യാസമുണ്ട്. ഇതിന്റെ പേരാണ് പ്രചണ്ഡ് പ്രഹാർ എന്നാണ് ഈ ഒരു യുദ്ധ അഭ്യാസത്തിന്റെ പേര്. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെടുന്നത് ഒരു യുദ്ധ അഭ്യാസമാണ്. ഇതിന്റെ പേരാണ് പ്രചണ്ഡ് പ്രഹാർ. ഈ പ്രചണ്ഡ് പ്രഹാർ എന്ന് പറയുന്ന യുദ്ധ അഭ്യാസം നടക്കുന്നത് അരുണാചൽ പ്രദേശിലെ ഉയർന്ന പ്രദേശങ്ങളാണ്. അപ്പൊ അരുണാചൽ പ്രദേശിലെ ഉയർന്ന പ്രദേശങ്ങളിലാണ് സൈന്യം ഈ ഒരു ഇത് നടത്തിയിരിക്കുന്നത്, ഈ ഒരു എക്സസൈസ് യുദ്ധാഭ്യാസം നടത്തിയിരിക്കുന്നത്. ഇതെന്താണ്? ഒരു യുദ്ധാഭ്യാസമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യൻ സൈന്യം നടത്തിയിട്ടുള്ള ഒരു യുദ്ധാഭ്യാസമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അരുണാചൽ പ്രദേശിലെ ഉയർന്ന പ്രദേശങ്ങളിൽ സൈന്യം നടത്തിയ സംയോജിത മൾട്ടി ഡൊമൈൻ യുദ്ധാഭ്യാസമാണ് നമ്മളിവിടെ പരിചയപ്പെട്ട പ്രചണ്ഡ് പ്രഹാർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പ്രചണ്ഡ് പ്രഹാർ എന്ന് പറയുന്നത്? സംയോജിത മൾട്ടി ഡൊമൈൻ യുദ്ധാഭ്യാസമാണ്. സംയോജിത മൾട്ടി ഡൊമൈൻ യുദ്ധാഭ്യാസമാണ് അരുണാചൽ പ്രദേശിലെ ഉയർന്ന പ്രദേശങ്ങളിൽ സൈന്യം നടത്തിയ സംയോജിത മൾട്ടി ഡൊമൈൻ യുദ്ധ അഭ്യാസമാണ് പ്രചണ്ഡ് പ്രഹാർ എന്ന് അറിയപ്പെടുന്നത്. ഇനി അടുത്ത ചോദ്യം ചോദിക്കാം. പ്രതിഭാ ശ്രേഷ്ഠ പുരസ്കാരം 2025 ലഭിച്ചത് ആർക്കാണെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. അപ്പോൾ ഒരു പുരസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മുടെ പുരസ്കാരം ഇതാണ്, പ്രതിഭാ ശ്രേഷ്ഠ പുരസ്കാരം. പ്രതിഭാ ശ്രേഷ്ഠ പുരസ്കാരം 2025 ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ ശ്രീകുമാരൻ തമ്പിക്കാണ്. ശ്രീകുമാരൻ തമ്പി എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പൊ പ്രതിഭാ ശ്രേഷ്ഠ പുരസ്കാരം 2025 ലഭിച്ചത് ആർക്കാന്ന് വെച്ചാൽ ശ്രീകുമാരൻ തമ്പിക്കാണ്. ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്കാണ്. 2025 ക്ലബ് ലോകകപ്പിന് വേദിയായ രാജ്യം ചോദിച്ചാലോ? 2025 ക്ലബ് ലോകകപ്പിന് വേദിയായ രാജ്യം ഏതെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരണം. അതായത് ഫുട്ബോൾ ലോകകപ്പാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 2025 ക്ലബ് ഫുട്ബോൾ ലോകകപ്പ് ക്ലബ് ഫുട്ബോൾ ലോകകപ്പ് ഇതിന് വേദിയായ രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് അത് USA ആണ്, അമേരിക്കയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യമാണ്, വയനാട് മാതൃക ടൗൺഷിപ്പിന്റെ ശിലാസ്ഥാപനം നടന്നതെന്നാണ്. നമ്മുടെ വയനാട് മാതൃക ടൗൺഷിപ്പ്, നമ്മൾ ഉരുൾപൊട്ടലിനെ തുടർന്ന് അവർക്ക് വീട് പണിഞ്ഞു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വയനാട് മാതൃക ടൗൺഷിപ്പ് ഉണ്ട്. വയനാട് മാതൃക ടൗൺഷിപ്പ്. അപ്പൊ ഇത് എന്നാണ് ഇതിന്റെ ശിലാസ്ഥാപനം നടന്നതെന്ന് വെച്ചാൽ 2025 മാർച്ച് മാസം 27-ാം തീയതിയാണ്. 2025 മാർച്ച് മാസം 27. ഇനി സൈബർ പ്രതിസന്ധികൾ നേരിടുന്നതിനും ദ്രുതഗതിയിൽ പ്രതികരിക്കുന്നതിനും ഏകോപനത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുള്ള കേരള സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് കേരള സെക്ടർ സൈബർ ക്രൈസിസ് മാനേജ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത്. സൈബർ പ്രതിസന്ധികൾ നേരിടുന്നതിനും ദ്രുതഗതിയിൽ പ്രതികരിക്കുന്നതിനും ഏകോപനത്തിനുമുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുള്ള കേരള സർക്കാരിന്റെ പദ്ധതി എന്നതാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ട കേരള സെക്ടർ സൈബർ ക്രൈസിസ് മാനേജ്മെന്റ് പ്ലാൻ എന്നാണ്. മാനേജ്മെന്റ് പ്ലാൻ. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നതാണ് സൈബർ പ്രതിസന്ധി നേരിടുന്നതിനും ദ്രുതഗതിയിൽ പ്രതികരിക്കുന്നതിനും ഏകോപനത്തിനുമുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി കേരള സെക്ടർ സൈബർ ക്രൈസിസ് മാനേജ്മെന്റ് പ്ലാൻ ആണ്. സൈബർ പ്രതിസന്ധികൾ നേരിടുന്നതിനും ദ്രുതഗതിയിൽ പ്രതികരിക്കുന്നതിനും ഏകോപനത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് കേരള സെക്ടർ സൈബർ ക്രൈസിസ് മാനേജ്മെന്റ് പ്ലാൻ എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് സൈബർ പ്രതിസന്ധികൾ നേരിടുന്നതിനും ദ്രുതഗതിയിൽ പ്രതികരിക്കുന്നതിനും ഏകോപനത്തിനുമുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് കേരള സെക്ടർ സൈബർ ക്രൈസിസ് മാനേജ്മെന്റ് പ്ലാൻ എന്ന് അറിയപ്പെടുന്നത്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ ഒരു പുസ്തകമുണ്ട്, കേരള ഇൻ ഇന്ത്യ ഹിസ്റ്ററി ഓഫ് ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ എന്നതാണ് ഈ ഒരു പുസ്തകത്തിന്റെ പേര്. ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നു. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അവര് പുറത്തിറക്കിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേരാണ് കേരള ഇൻ ഇന്ത്യ ഹിസ്റ്ററി. കേരള ഇൻ ഇന്ത്യ ഹിസ്റ്ററി ഓഫ് ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ എന്നതാണ് ഈ ഒരു പുസ്തകത്തിന്റെ പേര്. അപ്പൊ നമ്മളോട് പരിചയപ്പെട്ടത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അവർ പുറത്തിറക്കിയ ഒരു പുസ്തകത്തിന്റെ പേര് കേരള ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി ഓഫ് ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ എന്നാണ് പുസ്തകത്തിന്റെ പേര്. കേരള ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി ഓഫ് ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ എന്നാണ് പുസ്തകത്തിന്റെ പേര്. ഇനി അടുത്തത്
ക്ലിനിക്കൽ മൂല്യനിർണ്ണയത്തിനായിട്ട് രാജ്യത്തെ ആദ്യത്തെ തദ്ദേശീയമായി വികസിപ്പിച്ച മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് മെഷീൻ സ്ഥാപിക്കുന്നത് ന്യൂഡൽഹിയിലെ എയിംസിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അടുത്ത ചോദ്യം ക്ലിനിക്കൽ മൂല്യനിർണ്ണയത്തിനായിട്ട് ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച മാഗ്നറ്റിക് റൊസണൻസ് ഇമേജിംഗ് മെഷീൻ സ്ഥാപിക്കുന്നത് എവിടാന്നാണ് നമ്മുടെ ചോദ്യം. മാഗ്നറ്റിക് റൊസണൻസ് ഇമേജിംഗ് മെഷീൻ MRI മെഷീൻ സ്ഥാപിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് എയിംസിലാണ്. എയിംസ് ഡൽഹിയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നമ്മളോട് പരിചയപ്പെടുന്നതാണ് ക്ലിനിക്കൽ മൂല്യനിർണ്ണയത്തിനായി രാജ്യത്തെ ആദ്യത്തെ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച MRI മെഷീൻ സ്ഥാപിക്കുന്നത് ന്യൂഡൽഹിയിലെ എയിംസിലാണ്. ക്ലിനിക്കൽ മൂല്യനിർണ്ണയത്തിനായി രാജ്യത്തെ ആദ്യത്തെ തദ്ദേശീയമായി വികസിപ്പിച്ച MRI മെഷീൻ സ്ഥാപിക്കുന്നത് എവിടാന്ന് വെച്ചാൽ അത് ന്യൂഡൽഹിയിലാണ്, എയിംസിലാണ്. 2025 മാർച്ചിൽ സിക്കിമിൽ നിന്ന് സോളമൻ ദ്വീപുകളിലേക്ക് കയറ്റുമതി ചെയ്ത GI ടാഗ് പദവി ലഭിച്ച മുളക് ഇനം ഏതെന്ന് വെച്ചാലോ ഡാലെ മുളക് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് ഡാലെ മുളക് എന്നാണ്. അപ്പൊ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഉൽപ്പന്നത്തിന്റെ പേരാണ് ഡാലെ മുളക്. ഡാലെ മുളക് അല്ലെങ്കിൽ ഡാലെ ചില്ലി എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇതെന്താണ് സംഭവം? 2025 മാർച്ച് മാസത്തിൽ നമ്മുടെ സിക്കിമിൽ നിന്ന് എങ്ങോട്ട് കയറ്റുമതി ചെയ്തിരിക്കുകയാണ്? സോളമൻ ദ്വീപിലേക്ക്. എങ്ങോട്ടാണ്? സോളമൻ ദ്വീപിലേക്ക് കയറ്റുമതി ചെയ്ത GI ടാഗ് ലഭിച്ചിട്ടുള്ള ഒരു മുളകാണ്. GI ടാഗ് ലഭിച്ചിട്ടുള്ള ഒരു മുളക് ഇനമാണ് എന്ന് പറയുന്നത് ഡാലെ മുളക് അല്ലെങ്കിൽ ഡാലെ ചില്ലി എന്ന് പറയുന്നത്. 2025 മാർച്ച് മാസത്തിൽ സിക്കിമിൽ നിന്ന് സോളമൻ ദ്വീപിലേക്ക് കയറ്റുമതി ചെയ്ത GI ടാഗ് ലഭിച്ച മുളക് ഇനത്തിന്റെ പേര് വെച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് ഡാലെ മുളകാണ്. ഡാലെ മുളകാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 2025 നിർമ്മാണം പൂർത്തിയാക്കിയ സംസ്ഥാനത്തെ ആദ്യത്തെ എക്സ്ട്രാ ഡോസ്ഡ് കേബിൾ സ്റ്റേഡ് പാലം എന്നാണ് നമ്മുടെ ചോദ്യം. നമ്മുടെ സംസ്ഥാനത്തെ ആദ്യത്തെ എക്സ്ട്രാ ഡോസ്ഡ് കേബിൾ സ്റ്റേഡ് പാലം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് തോട്ടപ്പള്ളി നാലുചിറ പാലമാണ്. തോട്ടപ്പള്ളി നാലുചിറ പാലമാണെന്ന കാര്യം ഓർത്തിരിക്കുക. തോട്ടപ്പള്ളി നാലുചിറ പാലം ഇതെവിടെയാണ്? ആലപ്പുഴയാണ്. ആലപ്പുഴയിലെ തോട്ടപ്പള്ളി നാലുചിറ പാലമാണ്. 2025 മാർച്ചിൽ സിക്കിമിൽ നിന്ന് സോളമൻ ദ്വീപിലേക്ക് കയറ്റുമതി ചെയ്ത GI ടാഗ് ലഭിച്ച മുളകിനത്തിന്റെ പേര് പഠിച്ചു, ഡാലെ മുളക് എന്നാണ്. അതിനുശേഷം നമുക്ക് പഠിക്കുന്നു നിർമ്മാണം പൂർത്തിയാക്കിയ സംസ്ഥാനത്തെ ആദ്യത്തെ എക്സ്ട്രാ ഡോസ്ഡ് കേബിൾ സ്റ്റേഡ് പാലം എന്നാണ്. 2025 മാർച്ച് മാസത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ സംസ്ഥാനത്തെ ആദ്യത്തെ എക്സ്ട്രാ ഡോസ്ഡ് കേബിൾ സ്റ്റേഡ് പാലം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് തോട്ടപ്പള്ളി നാലുചിറ പാലം, ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളി നാലുചിറ പാലമാണ്. ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളി മുതൽ നാലുചിറ വരെ കണക്ട് ചെയ്ത പാലമാണ് ഈ പറയുന്ന നിർമ്മാണം പൂർത്തിയാക്കിയ സംസ്ഥാനത്തെ ആദ്യത്തെ എക്സ്ട്രാ ഡോസ്ഡ് കേബിൾ സ്റ്റേഡ് പാലം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത് മോഹൻലാൽ അംബാസിഡർ ആകുന്ന ലഹരി വിരുദ്ധ ഹ്രസ്വ ചിത്രം എന്നാണ് നമ്മൾ. ഇതൊരു ഹ്രസ്വ ചിത്രമാണ്. ലഹരി വിരുദ്ധ ഹ്രസ്വ ചിത്രം യോദ്ധാവ് എന്നാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇതിന്റെ ആപ്ലിക്കേഷന്റെ അംബാസിഡർ തന്നെയാണ് ഈ പറയുന്ന മോഹൻലാൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക യോദ്ധാവ് എന്ന് പറയുന്ന ഇതിന്റെ അംബാസിഡർ ആയിട്ട് വരികയാണ്. അതായത് ഈ പറയുന്ന മോഹൻലാൽ അംബാസിഡർ ആകുന്ന ലഹരി വിരുദ്ധ ഹ്രസ്വ ചിത്രമാണ് എന്ന് പറയുന്നത് യോദ്ധാവ് എന്ന് പറയുന്നത്. എന്താണ് യോദ്ധാവ് എന്ന് പറയുന്നത്? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇനി അടുത്തത് മനോജ് ഭാരതി രാജ ആരെന്ന് ചോദിക്കാം. മനോജ് ഭാരതി രാജ 2025 മാർച്ചിൽ അന്തരിച്ചു. അദ്ദേഹം പ്രശസ്ത തമിഴ് ചലച്ചിത്ര സംവിധായകനാണ്. തമിഴ് ചലച്ചിത്ര സംവിധായകനായിരുന്ന ഭാരതി രാജയുടെ മകനാണ് നമ്മളിവിടെ പരിചയപ്പെട്ട മനോജ് ഭാരതി രാജ. അദ്ദേഹം പ്രശസ്ത തമിഴ് ചലച്ചിത്ര സംവിധായകനാണ്. ഇനി അടുത്ത കാട്ടാനകളടക്കമുള്ള വന്യജീവികളെ ട്രെയിൻ അടിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ ഒരു AI സംവിധാനം കൊണ്ടുവന്നിരിക്കുകയാണ്. ആ AI സംവിധാനത്തിന്റെ പേരാണ് നമുക്ക് ഇനി അറിഞ്ഞിരിക്കുന്നത്. ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം എന്നാണ് അത് അറിയപ്പെടുന്നത്. ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം?
അപ്പൊ ഇതെന്താണ്? കാട്ടാനകൾ അടക്കമുള്ള വന്യജീവികളെ ട്രെയിൻ അടിക്കുന്നത് ഒഴിവാക്കാനായിട്ട്, കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യജീവികളെ ട്രെയിന് ഇടിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ കൊണ്ടുവന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനമാണ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. എന്താണ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം എന്ന് അറിയപ്പെടുന്നത്? ഇലക്ട്രോണിക് മാലിന്യത്തിൽ അടങ്ങിയ പ്രധാന ധാതുക്കളെ വേർതിരിച്ചെടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഇലക്ട്രോണിക് മാധ്യമത്തിൽ അടങ്ങിയ പ്രധാന ധാതുക്കളെ വേർതിരിച്ചെടുക്കുന്ന സംവിധാനമാണ് അർബൻ മൈനിങ് എന്നറിയപ്പെടുന്നത്. എന്താണ് അർബൻ മൈനിങ് എന്ന് അറിയപ്പെടുന്നത്? അപ്പൊ എന്താണ് അർബൻ മൈനിങ് എന്ന് പറഞ്ഞാൽ? ഇലക്ട്രോണിക് മാലിന്യത്തിൽ അടങ്ങിയിട്ടുള്ള പ്രധാന ധാതുക്കളെ വേർതിരിച്ചെടുക്കുന്ന സംവിധാനമാണ് അർബൻ മൈനിങ് എന്ന് അറിയപ്പെടുന്നത്. ഇനി അടുത്ത ചോദ്യം നമുക്ക് പരിചയപ്പെടാം. 25,000 വർഷം പഴക്കമുള്ള മാമത്തുകളെ അവയുടെ ശേഷിപ്പുകൾ കണ്ടെത്തിയ രാജ്യം ഏതാണ്? 25,000 വർഷം പഴക്കമുള്ള 25,000 വർഷം പഴക്കമുള്ള മാമത്തുകളുടെ ശേഷിപ്പുകൾ കണ്ടെത്തിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ഓസ്ട്രേലിയ ആണ്. ഓസ്ട്രേലിയ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഏത് രാജ്യമാണ്? ഓസ്ട്രേലിയ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഓസ്ട്രേലിയ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ 25,000 വർഷം പഴക്കമുള്ള മാമത്തുകളുടെ ശേഷിപ്പുകൾ കണ്ടെത്തിയ രാജ്യം ഏതാണ്? അത് ഓസ്ട്രേലിയ ആണ്. 2025 വനിതാ ഏകദിന ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണെന്ന് വെച്ചാൽ ആതിഥേയത്വം വഹിക്കാൻ പോകുന്ന രാജ്യം ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരുന്ന നമ്മുടെ ഇന്ത്യയാണ്. വനിതാ വേൾഡ് കപ്പ് 2025 വനിതാ വേൾഡ് കപ്പ് ODI വേൾഡ് കപ്പാണ്. ഇതിന് ആതിഥേയത്വം വഹിക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ 2025 വനിതാ ഏകദിന ലോകകപ്പ് എവിടെ വെച്ച് നടക്കുന്നു? ഇന്ത്യയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇനി വിദ്യാർത്ഥികൾക്ക് നോ ടു ഡ്രഗ്സ് പ്രതിജ്ഞ അത് നിർബന്ധമാക്കിയ ആദ്യ സർവകലാശാല ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നോ ടു ഡ്രഗ്സ് പ്രതിജ്ഞ നിർബന്ധമാക്കിയ സർവകലാശാല ഏതാണ്? കൊച്ചിൻ ജെയിൻ യൂണിവേഴ്സിറ്റിയാണ്. സർവകലാശാലയുടെ പേര് ഓർത്തിരിക്കുക. കൊച്ചിൻ ജെയിൻ യൂണിവേഴ്സിറ്റി ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ കൊച്ചിൻ ജെയിൻ യൂണിവേഴ്സിറ്റിയാണ് വിദ്യാർത്ഥികൾക്ക് നോ ടു ഡ്രഗ്സ് പ്രതിജ്ഞ പ്രതിജ്ഞ നിർബന്ധമാക്കിയിട്ടുള്ള യൂണിവേഴ്സിറ്റി. ഇനി അടുത്തത് എല്ലാത്തരം കേന്ദ്ര സർക്കാർ ജോലികൾക്കുമുള്ള റിക്രൂട്ട്മെന്റിനായി നിലവിൽ വരുന്ന ഏകീകൃത പോർട്ടലാണ് സിംഗിൾ ജോബ് ആപ്ലിക്കേഷൻ പോർട്ടൽ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ എല്ലാ തരത്തിലുള്ള കേന്ദ്ര സർക്കാർ ജോലികൾക്കുമായിട്ട് നിലവിൽ വരുന്ന ഒരു റിക്രൂട്ട്മെന്റ് പോർട്ടൽ ഉണ്ട്. അതിന്റെ പേരാണ് സിംഗിൾ ജോബ് ആപ്ലിക്കേഷൻ പോർട്ടൽ. സിംഗിൾ ജോബ് ആപ്ലിക്കേഷൻ പോർട്ടൽ എല്ലാത്തരം കേന്ദ്ര സർക്കാർ ജോലികൾക്കുമുള്ള റിക്രൂട്ട്മെന്റിനായിട്ട് നിലവിൽ വരുന്ന ഏകീകൃത പോർട്ടലാണ് സിംഗിൾ ജോബ് ആപ്ലിക്കേഷൻ പോർട്ടൽ. എല്ലാത്തരം കേന്ദ്ര സർക്കാർ ജോലികൾക്കുമുള്ള റിക്രൂട്ട്മെന്റിനായിട്ട് നിലവിൽ വരുന്ന ഏകീകൃത പോർട്ടലാണ് ഏത്? സിംഗിൾ ജോബ് ആപ്ലിക്കേഷൻ പോർട്ടൽ. ഇത് നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ മുഖ്യ പരിശീലകനായിട്ട് നിയമിച്ചിരിക്കുകയാണ് ദവീദ് കറ്റാലയാണ്. സ്പാനിഷ് കോച്ചാണ് ഇദ്ദേഹം എന്ന കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിക്കുക. ദവീദ് കറ്റാല. നമ്മൾ പരിചയപ്പെട്ട പേര് ദവീദ് കറ്റാല. ഈ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ലോക പർപ്പിൾ ദിനം എന്താണെന്ന് ചോദിക്കാം. ലോക പർപ്പിൾ ദിനം എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മാർച്ച് 26 മാർച്ച് മാസം 26. അതായത് അപസ്മാര രോഗം അനുഭവിക്കുന്നവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് എല്ലാ വർഷവും ഈ പറയുന്ന ലോക പർപ്പിൾ ദിനം ആചരിക്കുന്നത് മാർച്ച് 26. അപ്പൊ മാർച്ച് 26 ലോക പർപ്പിൾ ദിനമാണ്. അപസ്മാര രോഗം അനുഭവിക്കുന്നവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മാർച്ച് 26 ലോക പർപ്പിൾ ദിനമായിട്ട് ആചരിക്കുന്നു. ലോക പർപ്പിൾ ദിനം മാർച്ച് 26 അപസ്മാര രോഗം അനുഭവിക്കുന്നവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട്. ഇനി പരിചയപ്പെടാൻ പോകുന്ന അടുത്ത ചോദ്യമാണ് പൊതുസുരക്ഷ, ലിംഗസമത്വം, വൈവിധ്യങ്ങളെ അംഗീകരിക്കൽ തുടങ്ങിയ സാമൂഹിക സൂചികകളിൽ രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ കേരളമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഈ ഒരു റാങ്കിങ്ങിൽ കേരളം ഒന്നാമതെത്തിയിരിക്കുകയാണ്. പൊതുസുരക്ഷ, ലിംഗസമത്വം, വൈവിധ്യങ്ങളെ അംഗീകരിക്കൽ തുടങ്ങിയ സാമൂഹിക സൂചികകളിൽ രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കേരളമാണെന്ന കാര്യം ഓർക്കാം. അപ്പൊ പൊതുസുരക്ഷ, ലിംഗസമത്വം, വൈവിധ്യങ്ങളെ അംഗീകരിക്കൽ തുടങ്ങിയ സാമൂഹിക സൂചികകളിൽ രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണെന്ന കാര്യം ഓർക്കാം. പൊതുസുരക്ഷ, ലിംഗസമത്വം, വൈവിധ്യങ്ങളെ അംഗീകരിക്കൽ തുടങ്ങിയ സാമൂഹിക സൂചികയിൽ രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനമായത് കേരളമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഈ പരിചയപ്പെടാൻ പോകുന്ന അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ആപ്ലിക്കേഷന്റെ പേരാണ്. ആപ്ലിക്കേഷന്റെ പേര് സഞ്ചാർ സാദി എന്നാണ്. ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര് സഞ്ചാർ സാദി എന്നാണ്.
തട്ടിപ്പുകൾ തടയുന്നതിനും മോഷണ വസ്തു ട്രാക്ക് ചെയ്യുന്നതിനും ഉപയോഗിക്കുന്ന ഒരു AI അധിഷ്ഠിത ആപ്പാണ് ഇത് സഞ്ചാർ സാധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ തട്ടിപ്പുകൾ തടയുന്നതിനും മോഷണ വസ്തു ട്രാക്ക് ചെയ്യുന്നതിനുമായിട്ട് ഉപകരിക്കുന്ന ഒരു AI അധിഷ്ഠിത ആപ്ലിക്കേഷനാണ് ഇത് സഞ്ചാർ സാധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യൻ നേവിയും ആഫ്രിക്കൻ രാജ്യങ്ങളുമായുള്ള സംയുക്ത സൈനിക അഭ്യാസം, ഇന്ത്യൻ നേവി ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ടുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് AI കീമി എന്ന പേരിൽ അറിയപ്പെടുന്നത്. AI കീമി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് ആഫ്രിക്ക ഇന്ത്യ കീ മാരിടൈം എൻഗേജ്മെന്റ് എന്നാണ് ഇതിന്റെ പൂർണ്ണ രൂപം. അപ്പൊ ഇതെന്താണ്? ഇതൊരു സംയുക്ത സൈനിക അഭ്യാസമാണ് ഇന്ത്യൻ നേവിയും ആഫ്രിക്കൻ രാജ്യങ്ങളും തമ്മിൽ. ഇന്ത്യൻ നേവിയാണ് ഇവിടെ പങ്കെടുക്കുന്നത്. ഇന്ത്യൻ നേവി പ്ലസ് ആഫ്രിക്കൻ രാജ്യങ്ങൾ, ആഫ്രിക്ക നാഷൻസ്, ഇത് തമ്മിലാണ് ഈ ഒരു സൈനിക അഭ്യാസം വരുന്നത്. അപ്പൊ ഇന്ത്യൻ നേവിയും ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ടുള്ള ഒരു സംയുക്ത സൈനിക അഭ്യാസമാണ് AI കീമി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിന്റെ പൂർണ്ണരൂപം ആഫ്രിക്ക ഇന്ത്യ കീ മാരിടൈം എൻഗേജ്മെന്റ് എന്നാണ് ഇതിന്റെ പൂർണ്ണരൂപം. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ആദ്യമായിട്ട് ശാസ്ത്ര നയം നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമുണ്ട്. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ആദ്യമായിട്ട് ശാസ്ത്ര നയം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളം തന്നെയാണ്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? കേരളമാണ് ഉത്തരമായിട്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ആദ്യമായിട്ട് ശാസ്ത്ര നയം നടപ്പിലാക്കിയ സംസ്ഥാനം ചോദിച്ചാൽ അത് കേരളമാണ്. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മഞ്ഞുവീഴ്ചയുള്ള പ്രദേശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന വന്യജീവികളുടെ DNA സാമ്പിളുകൾ സംരക്ഷിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മൃഗശാല ഏതാന്ന് ചോദിക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ മൃഗശാല ഏതാന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരുന്നത് പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്കാണ്. ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക്. ഹിമാലയൻ സുവോളജിക്കൽ പാർക്കാണ്. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ടത് മഞ്ഞുവീഴ്ചയുള്ള പ്രദേശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന വന്യജീവികളുണ്ട്. അവയുടെ DNA സാമ്പിളുകൾ സംരക്ഷിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മൃഗശാല ഏത്? ഉത്തരമായിട്ട് വരുന്നത് പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്കാണ്. അപ്പോൾ മഞ്ഞുവീഴ്ചയുള്ള പ്രദേശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന വന്യജീവികളുടെ DNA സാമ്പിളുകൾ സംരക്ഷിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മൃഗശാല ചോദിച്ചാൽ പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്കാണ്. അപ്പോൾ ആദ്യത്തെ മൃഗശാല ഏതാണ്? പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്കാണ്. മഞ്ഞുവീഴ്ചയുള്ള പ്രദേശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന വന്യജീവികളുടെ DNA സാമ്പിളുകൾ സംരക്ഷിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മൃഗശാല പത്മജ നായിഡു സുവോളജിക്കൽ പാർക്കാണ്. പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്കാണ്. അടുത്ത ചോദ്യം ആന്തൂറിയം പൂക്കളുണ്ട്. ആന്തൂറിയം പൂക്കൾ അത് നമ്മുടെ സിംഗപ്പൂരിലേക്ക് ഔദ്യോഗികമായിട്ട് ഇപ്പോൾ കയറ്റുമതി ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനം. അപ്പൊ ഏത് സംസ്ഥാനമാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മിസോറാമാണ്. അപ്പൊ മിസോറാമാണ് നമ്മുടെ ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പൊ മിസോറാം എന്ത് കയറ്റുമതി ചെയ്തിരിക്കുകയാണ്? ആന്തൂറിയം പൂക്കൾ കയറ്റുമതി ചെയ്തിരിക്കുകയാണ്. ആന്തൂറിയം പൂക്കൾ കയറ്റുമതി ചെയ്തിരിക്കുകയാണ്. എങ്ങോട്ടാണ് കയറ്റുമതി ചെയ്തത്? സിംഗപ്പൂരിലേക്കാണ്. അപ്പൊ സിംഗപ്പൂരിലേക്ക് എന്താണ് ആന്തൂറിയം പൂക്കൾ കയറ്റുമതി ചെയ്ത ഇന്ത്യയിലെ സംസ്ഥാനം ചോദിച്ചാൽ അത് മിസോറാമാണ്. കാര്യം ഓർത്തിരിക്കുക. ഈ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം നമ്മുടെ നിലവിലെ കേന്ദ്ര ധനകാര്യ സെക്രട്ടറി ആണെന്ന് വെച്ചാൽ അജയ് സേത്ത് ആണ്. കേന്ദ്ര ധനകാര്യ സെക്രട്ടറി അജയ് സേത്ത്, കേന്ദ്ര ധനകാര്യ സെക്രട്ടറി ആരാണ്? അജയ് സേത്ത് ആണ്. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ചികിത്സാനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനായിട്ട് കുടുംബശ്രീയും യുണൈറ്റഡ് ഇൻഷുറൻസ് കമ്പനിയും സംയുക്തമായിട്ട് ഒരു പദ്ധതി നടപ്പിലാക്കുന്നു. അതാണ് ഇൻസ്പയർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ പദ്ധതിയുടെ പേരാണ് ഇൻസ്പയർ. അപ്പൊ ഇതെന്താണ്? ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ചികിത്സാ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനായിട്ട് കുടുംബശ്രീ അതുപോലെ യുണൈറ്റഡ് ഇൻഷുറൻസ് കമ്പനി ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇൻസ്പയർ എന്ന് പറയുന്ന പദ്ധതി. ഹരിത കർമ്മ സേനാംഗങ്ങൾ ഇവർക്ക് ചികിത്സാനുകൂല്യങ്ങൾ ലഭ്യമാക്കുക. ഇതിനു വേണ്ടിയിട്ട് കുടുംബശ്രീ അതുപോലെ യുണൈറ്റഡ് ഇൻഷുറൻസ് കമ്പനി ഇത് രണ്ടും കൂടെ സംയുക്തമായിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇൻസ്പയർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ആരാണ് കൃഷ്ണലാൽ എന്ന ഒരു ചോദ്യമാണ് നമ്മൾ പഠിക്കുന്നത്. കൃഷ്ണലാൽ ചദ്ദ എന്ന പേര് ഓർത്തിരിക്കുക. ഇദ്ദേഹം 2025 മാർച്ച് മാസത്തിൽ അന്തരിച്ചു. ഇദ്ദേഹം ഒരു പത്മശ്രീ പുരസ്കാര ജേതാവാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം ഒരു കാർഷിക ശാസ്ത്രജ്ഞനുമാണ്, ഒരു കൃഷി ശാസ്ത്രജ്ഞനുമാണ് അല്ലെങ്കിൽ കാർഷിക ശാസ്ത്രജ്ഞനുമാണെന്ന കാര്യം ഓർത്തിരിക്കുക.
ഇദ്ദേഹം ഒരു കാർഷിക ശാസ്ത്രജ്ഞനുമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് കാർഷിക ശാസ്ത്രജ്ഞനും പത്മശ്രീ പുരസ്കാര ജേതാവുമായിട്ടുള്ള വ്യക്തിയാണ് കൃഷ്ണലാൽ ചന്ദ എന്ന പേര് ഓർത്തിരിക്കുക. അതിർത്തി നിരീക്ഷണത്തിനായിട്ട് ഒരു അധിഷ്ഠിത റോബോട്ടുകൾ വികസിപ്പിച്ചിരിക്കുകയാണ് IIT ഗുവാഹത്തി. അപ്പൊ അതിർത്തി നിരീക്ഷണത്തിനായിട്ട് അധിഷ്ഠിത റോബോട്ട് വികസിപ്പിച്ചത് ഏത് IIT ആണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് IIT ഗുവാഹത്തി ആണ്. ഇനി അടുത്തത് നീതി ആയോഗിന്റെ ക്ഷയരോഗ നിർമ്മാർജ്ജന ലക്ഷ്യത്തിന്റെ 95% കൈവരിച്ച രാജ്യത്തെ മുൻനിര സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അത് ഗുജറാത്താണ് ഉത്തരമായിട്ട് വരേണ്ടത്. നീതി ആയോഗിന്റെ ക്ഷയരോഗ നിർമ്മാർജ്ജന ലക്ഷ്യത്തിന്റെ 95% കൈവരിച്ചിരിക്കുകയാണ് നമ്മുടെ ഗുജറാത്ത്. നീതി ആയോഗിന്റെ ക്ഷയരോഗ നിർമ്മാർജ്ജന ലക്ഷ്യത്തിന്റെ 95% കൈവരിച്ചിരിക്കുന്ന സംസ്ഥാനം ഏതാണ്? അത് ഉത്തരമായിട്ട് വരേണ്ടത് ഗുജറാത്ത് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി ക്ഷയരോഗികളെ ദത്തെടുത്ത സംസ്ഥാനം ഏതാണെന്ന് വെച്ചാലോ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് മേഘാലയാണ്. ഏതാണ്? മേഘാലയ ഏതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പൊ നമ്മൾ ഗുജറാത്ത് പഠിച്ച എന്താണ്? നീതി ആയോഗിന്റെ ക്ഷയരോഗ നിർമ്മാർജ്ജന ലക്ഷ്യത്തിന്റെ 95% കൈവരിച്ച രാജ്യത്തെ മുൻനിര സംസ്ഥാനമാണ് ഗുജറാത്ത്. ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായിട്ട് ക്ഷയരോഗികളെ ദത്തെടുത്ത സംസ്ഥാനമുണ്ട്, അത് മേഘാലയയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ക്ഷയരോഗവുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ ആരംഭിച്ച ഒരു പോർട്ടലാണ് നിക്ഷയ് മിത്ര എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ് നിക്ഷയ് മിത്ര എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഇനി അടുത്തത് വനിതകളുടെ 35 കിലോമീറ്റർ നടത്തത്തില് വനിതകളുടെ 35 കിലോമീറ്റർ നടത്തത്തില് വനിതകളുടെ 35 കിലോമീറ്റർ നടത്തം ഇതിൽ പുതിയ ഒരു ദേശീയ റെക്കോർഡ് പിറന്നിരിക്കുകയാണ്. അത് ആരുടെ പേരിലാണെന്ന് വെച്ചാൽ പ്രിയങ്ക ഗോസ്വാമിയാണ്. പ്രിയങ്ക ഗോസ്വാമി. അപ്പൊ വനിതകളുടെ 35 കിലോമീറ്റർ നടത്തത്തിൽ പുതിയ ദേശീയ റെക്കോർഡ് ഇട്ട താരമാരാണ്? പ്രിയങ്ക ഗോസ്വാമി എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്ത് മുട്ടത്തറ വികലാംഗ കോളനിയിൽ 5 പതിറ്റാണ്ടുകളായി താമസിക്കുന്ന വികലാംഗ സമൂഹത്തിലെ അംഗങ്ങളുടെ പാർപ്പിടം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു പദ്ധതി പ്രഖ്യാപിച്ചു. അതിന്റെ പേരാണ് തണൽ എന്ന കാര്യം ഓർത്തിരിക്കുക. തണൽ എന്നാണ് ഈ ഒരു പദ്ധതി അറിയപ്പെടുന്നത്. മുട്ടത്തറ വികലാംഗ കോളനിയിൽ 5 പതിറ്റാണ്ടുകളായി താമസിക്കുന്ന വികലാംഗ സമൂഹത്തിലെ അംഗങ്ങളുടെ പാർപ്പിടം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് പ്രഖ്യാപിച്ച ഒരു പദ്ധതിയുണ്ട്. തണൽ എന്നാണ് അറിയപ്പെടുന്നത്. പട്ടികവർഗ ജനവിഭാഗങ്ങൾക്ക് തൊഴിലും ജീവനോപാധിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ പദ്ധതിയാണ് ഗോത്ര ജീവിക എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഈ ഒരു പദ്ധതിയുടെ പേരെന്താണ്? ഗോത്ര ജീവിക എന്നതാണ് പദ്ധതിയുടെ പേര്. അപ്പൊ എന്താണ് ഗോത്ര ജീവിക എന്ന് പറയുന്ന പദ്ധതി? പട്ടികവർഗ ജനവിഭാഗങ്ങൾക്ക് തൊഴിലും ജീവനോപാധിയും ഉറപ്പാക്കുക, ആ ലക്ഷ്യത്തിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഗോത്ര ജീവിക. പട്ടികവർഗ ജനവിഭാഗങ്ങൾക്ക് തൊഴിലും ജീവനോപാധിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഗോത്ര ജീവിക. ഇനി തുടർച്ചയായിട്ട് 111 ദിവസത്തെ തുരീയം സംഗീതോത്സവം നടക്കുന്ന എവിടാന്ന് ചോദിക്കാം. തുരീയം സംഗീതോത്സവം ഇത് നടക്കുന്നത് പയ്യന്നൂർ, കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരാണ്. എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരാണ്. തുരീയം സംഗീതോത്സവം തുടർച്ചയായിട്ട് 111 ദിവസത്തെ തുരീയം സംഗീതോത്സവം കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 2025 മാർച്ചിൽ പുരാവസ്തു ഗവേഷകർ നടത്തിയ ഖനനത്തിൽ മഹാശിലാ നിർമ്മിതികൾ കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശം ഏത്? ഉത്തരമായിട്ട് വരേണ്ടത് മലമ്പുഴ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പൊ 2025 മാർച്ച് മാസം പുരാവസ്തു ഗവേഷകർ നടത്തിയ ഖനനത്തില് മഹാശിലാ നിർമ്മിതികൾ കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശമാണ് മലമ്പുഴ. 2025 മാർച്ച് മാസത്തിൽ പുരാവസ്തു ഗവേഷകർ നടത്തിയ ഖനനത്തിൽ മഹാശിലാ നിർമ്മിതികൾ കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശം ഏതാണ്? മലമ്പുഴയാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി ലോക ക്ഷയരോഗ ദിനം എന്താന്ന് വെച്ചാലോ മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനമാണ്. ലോക ക്ഷയരോഗ ദിനം എന്താന്ന് വെച്ചാൽ മാർച്ച് 24. 2025 പ്രമേയം ചോദിക്കുകയാണെങ്കിൽ യെസ് വി ക്യാൻ എൻ TB കമ്മിറ്റ് ഇൻവെസ്റ്റ് ഡെലിവർ എന്നതായിരുന്നു 2025 പ്രമേയം. മാർച്ച് 24 2025 ലോക ക്ഷയരോഗ ദിനമായിട്ട് ആചരിച്ചപ്പോൾ അവിടുത്തെ പ്രമേയം എന്താണെന്ന് വെച്ചാൽ യെസ് വി ക്യാൻ എൻഡ് TB കമ്മിറ്റ് ഇൻവെസ്റ്റ് ഡെലിവർ എന്നതായിരുന്നു തീം. കമ്മിറ്റ് ഇൻവെസ്റ്റ് ഡെലിവർ. അപ്പോൾ യെസ് വി ക്യാൻ എൻഡ് TB കമ്മിറ്റ് ഇൻവെസ്റ്റ് ഡെലിവർ. ഇതാണ് 2024
ലോക ക്ഷയരോഗ ദിനത്തിന്റെ തീം എന്ന് പറയുന്നത്. അപ്പൊ 2024 ലോക ക്ഷയരോഗ ദിനം എന്താണെന്ന് വെച്ചാൽ മാർച്ച് 24 മാർച്ച് 24 നമ്മളൊരു കോഡിലൂടെ പഠിക്കും. വനജയുടെ കാലിൽ ക്ഷയം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കും. വനജയുടെ കാലിൽ ക്ഷയം എന്നൊരു കോഡ് ഉപയോഗിക്കും. അതിൽ മാർച്ച് 21 വനദിനമാണ്. പിന്നെ വനജ എന്നാണ് പറയുന്നത്. ജ എന്ന് പറയുന്നത് ജലദിനമാണ് മാർച്ച് 22. വനജയുടെ കാലിൽ കാലാവസ്ഥ ദിനമാണ് മാർച്ച് 23. 24 ക്ഷയദിനമാണ്. ഈ ഒരു രീതിയിൽ ഒരു കോഡ് നമ്മൾ പഠിക്കായിരുന്നു. വനജയുടെ കാലിൽ ക്ഷയം എന്ന് പറയുന്ന ഒരു കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ പറയുന്ന 4 തീയതികൾ നമ്മൾ പഠിച്ചു വെക്കും. വനദിനം മാർച്ച് 21, അതിനുശേഷം വരുന്നത് ജലദിനമാണ്, അത് മാർച്ച് 22. പിന്നെ കാലാവസ്ഥ ദിനമാണ്, അത് മാർച്ച് 23. അതിനുശേഷം വരുന്നതാണ് നമ്മുടെ ക്ഷയരോഗ ദിനം, അത് മാർച്ച് 24. ഇനി നമ്മൾ അടുത്തോട്ട് പഠിക്കുന്നു കേരളത്തിലെ ആദ്യത്തെ ഹരിത റെയിൽവേ സ്റ്റേഷൻ. ഓൾറെഡി പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞു. കേരളത്തിലെ ആദ്യത്തെ ഹരിത റെയിൽവേ സ്റ്റേഷൻ എന്നാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഹരിത റെയിൽവേ സ്റ്റേഷൻ അത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ കണ്ണപുരമാണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ഹരിത റെയിൽവേ സ്റ്റേഷൻ. കേരള ഫസ്റ്റ് ഹരിത റെയിൽവേ സ്റ്റേഷൻ ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ കണ്ണപുരത്താണ്. ഇനി നമീബിയയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആയിട്ട് ചുമതലയേറ്റ ആരെന്ന് വെച്ചാൽ ഓർത്തിരിക്കുക, നമീബിയയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് എന്നൊരു പ്രത്യേകതയാണ്. ചോദിക്കാൻ ചിലപ്പോ നെതുംബോ നന്ദി എന്നൊരു പേര് ഓർത്തിരിക്കുക. നെതുംബോ നന്ദി, ഈ ഒരു പേര് ഓർത്തിരിക്കുക. അപ്പൊ ഇതാണ് എന്ത് നമ്മുടെ ഈ പറയുന്ന നമീബിയയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ജനവാസ മേഖലയിൽ എത്തുന്ന പാമ്പുകളെ സുരക്ഷിതമായിട്ട് വനമേഖലയിൽ എത്തിക്കാൻ വനംവകുപ്പ് ആവിഷ്കരിച്ച ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിന്റെ പേരാണ് സർപ്പ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. സർപ്പ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര്, സർപ്പ ആപ്പ്. ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ടോവിനോയാണ് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ. ടോവിനോ തോമസ് ആണ് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ. അപ്പൊ എന്താണ് പറഞ്ഞത്? ജനവാസ മേഖലയിൽ എത്തുന്ന പാമ്പുകളെ സുരക്ഷിതമായിട്ട് വനമേഖലയിൽ എത്തിക്കാൻ വനംവകുപ്പ് ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുവന്നിരിക്കുന്നു. സർപ്പ എന്നാണ് ആപ്ലിക്കേഷന്റെ പേര്. ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണെന്ന് വെച്ചാൽ ടോവിനോ തോമസ് ആണ്. ജനവാസ മേഖലയിൽ എത്തുന്ന പാമ്പുകളെ സുരക്ഷിതമായി വനമേഖലയിൽ എത്തിക്കാൻ വനംവകുപ്പ് ആവിഷ്കരിച്ച ആപ്ലിക്കേഷന്റെ പേരാണ് സർപ്പ ആപ്പ്. ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണെന്ന് വെച്ചാൽ ടോവിനോ തോമസ് ആണ്. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന അഡാസ് എന്താണെന്നാണ്. അഡാസ്, ADAS. ഇതിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം എന്നാണ്. അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം. അപ്പൊ ഡ്രൈവർ എന്ന് പറയുമ്പോൾ ബസ്സുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഈ ചരക്ക് വാഹനങ്ങൾ എന്നിവയിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ നടപ്പാക്കാൻ ഒരുങ്ങുന്ന സംവിധാനമാണ് അഡാസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബസ്സുകൾ, ചരക്ക് വാഹനങ്ങൾ എന്നിവയിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ നടപ്പാക്കാൻ തയ്യാറെടുക്കുന്ന സംവിധാനമാണ് അഡാസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം എന്നാണ് ഇതിന്റെ പൂർണ്ണരൂപം. അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം എന്നാണ് ഇതിന്റെ പൂർണ്ണരൂപം. അപ്പൊ എന്താണ്? ബസ്സുകൾ, ചരക്ക് വാഹനങ്ങൾ എന്നിവയിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ തയ്യാറാക്കുന്ന ഒരു സംവിധാനമാണ് അഡാസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, മനോരഥം എന്ന് പറയുന്ന കവിതാ സമാഹാരം രചിച്ചതാരെന്ന് ചോദിക്കാം. മനോരഥം എന്ന് പറയുന്ന കവിതാ സമാഹാരം രചിച്ചതാരെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. അപ്പം നമ്മളിവിടെ പരിചയപ്പെടുന്നത് മനോരഥം എന്ന് പറയുന്ന ഒരു കവിതാ സമാഹാരമാണ്. മനോരഥം എന്ന് പറയുന്ന കവിതാ സമാഹാരം ഇത് രചിച്ചത് ആരാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കലാമണ്ഡലം ഗോപിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. കലാമണ്ഡലം ഗോപിയാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്, കലാമണ്ഡലം ഗോപി. ഇനി അടുത്തത് പോൾ വാൾട്ടിൽ 6 മീറ്റർ ജമ്പിൽ സെഞ്ചുറി തികച്ച താരമാണ് അർമാൻ ഡുപ്ലന്റീസ്. അദ്ദേഹമാണ് പോൾ വാൾട്ടിന്റെ പല റെക്കോർഡുകളും അദ്ദേഹത്തിന്റെ പേരിലാണ്. അപ്പൊ ഈ ഏറ്റവും കൂടുതൽ ഉയർത്തി ചാടിയ ആ റെക്കോർഡൊക്കെ അയാളുടെ പേരിൽ തന്നെയാണ്. അപ്പൊ അർമാൻ ഡുപ്ലന്റീസ് പോൾ വാൾട്ടിൽ 6 മീറ്റർ ജമ്പിൽ സെഞ്ചുറി തികച്ച താരമാരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ അർമാൻഡ് ഡുപ്ലന്റീസ് എന്ന പേര് ഓർത്തിരിക്കുക. അർമാൻഡ് ഡുപ്ലന്റീസ്. ഇനി അടുത്ത ചോദ്യം വരാം. ഇദ്ദേഹം ഒരു പോൾ വാൾട്ട് താരമാണെന്ന കാര്യം ഓർത്തിരിക്കുക. പോൾ വാൾട്ട്. ഇനി അടുത്ത പ്രഥമ ഭാരതീയ വിദ്യാകീർത്തി പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് അടുത്ത ചോദ്യം. ആദ്യമായിട്ട് നൽകുന്ന ഭാരതീയ വിദ്യാകീർത്തി പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ശ്രീകുമാരൻ തമ്പി എന്നാണ്. അപ്പോൾ പ്രഥമ വിദ്യാകീർത്തി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പിക്കാണ്. പ്രഥമ ഭാരതീയ വിദ്യാകീർത്തി പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. പ്രഥമ ഭാരതീയ വിദ്യാകീർത്തി പുരസ്കാരം ലഭിച്ച ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്കാണ്.
ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തുന്ന രാജ്യത്തെ ആദ്യ ജനറൽ ആശുപത്രി ഏതാണെന്ന് ചോദിച്ചാലോ? ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്താൻ പോകുന്ന രാജ്യത്തെ ആദ്യത്തെ ജനറൽ ആശുപത്രിയാണ് നമ്മുടെ എറണാകുളം ജനറൽ ആശുപത്രി. ഏതാണ്? എറണാകുളം ജനറൽ ഹോസ്പിറ്റലാണ്, ആശുപത്രിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ജനറൽ ആശുപത്രി ആകാൻ പോകുന്നത് എറണാകുളം ജനറൽ ഹോസ്പിറ്റലാണ്. കേരള തീരത്ത് കണ്ടെത്തിയ പുതിയ ഇനം പവിഴജീവിയുണ്ട്. കേരള തീരത്ത് കണ്ടെത്തിയ പുതിയ ഇനം പവിഴജീവി മേഖലയുണ്ട്. അതാണ് വിഴിഞ്ഞം എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ കേരള തീരത്ത് കണ്ടെത്തിയ പുതിയ ഇനം പവിഴജീവി മേഖല. പവിഴജീവി മേഖല ഏതാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വിഴിഞ്ഞമാണ്. ഏതാണ്? വിഴിഞ്ഞമാണെന്ന കാര്യം ഓർത്തിരിക്കുക. വിഴിഞ്ഞമാണ്. ഇനി നമ്മൾ പഠിച്ചപ്പെടുന്ന അടുത്ത ചോദ്യം, ഗോവൻ തീരത്ത് നടന്ന ഇന്ത്യ ഫ്രാൻസ് നാവിക് അഭ്യാസമാണ് വരുണ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള നാവിക അഭ്യാസമാണ് വരുണ എന്ന് പറയുന്നത്? ഇന്ത്യയും ഫ്രാൻസും തമ്മിലാണ്. ഇത് ഈ വർഷം നടന്നത് എവിടെ വെച്ചിട്ടാണ്? ഗോവയുടെ തീരത്താണെന്ന കാര്യം ഓർത്തിരിക്കുക. ഗോവ തീരത്താണെന്ന കാര്യം ഓർത്തിരിക്കുക. 2025 മാർച്ചിൽ വിടവാങ്ങിയ ബോക്സിംഗ് ഇതിഹാസമാണ് ജോർജ് ഫോർമാൻ. അപ്പൊ ജോർജ് ഫോർമാൻ ആരെന്നൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ജോർജ് ഫോർമാൻ ആരെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ബോക്സിംഗ് ഇതിഹാസമാണ്. ജോർജ് ഫോർമാൻ ഇദ്ദേഹം ഒരു ബോക്സിംഗ് ഇതിഹാസമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ബോക്സിംഗ് ഇതിഹാസമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ബോക്സിംഗ് ഇതിഹാസമാണ് നമ്മളോട് പരിചയപ്പെട്ട ജോർജ് ഫോർമാൻ. ഇദ്ദേഹം 2025 മാർച്ച് മാസത്തിൽ അന്തരിച്ചു. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് 2025 മാർച്ച് മാസത്തിൽ അന്തരിച്ച വ്യക്തിയാണ് ജോർജ് ഫോർമാൻ. അദ്ദേഹം ഒരു ബോക്സിംഗ് താരമാണ്. അതേപോലെ തന്നെ മാർച്ച് 23 എന്നാണ് ലോക കാലാവസ്ഥ ദിനമാണ്. ലോക കാലാവസ്ഥ ദിനമാണ് മാർച്ച് 23. മാർച്ച് 23 ലോക കാലാവസ്ഥ. നമ്മൾ ഓൾറെഡി പറഞ്ഞു വനജയുടെ കാലക്ഷയം എന്ന് പറയുന്ന കോഡ് ഓർക്കുക. മാർച്ച് 21 മുതൽ തുടങ്ങുക. മാർച്ച് 21 വനദിനമാണ്. മാർച്ച് 22 ജലദിനമാണ്. മാർച്ച് 23 കാലാവസ്ഥ ദിനമാണ്. മാർച്ച് 24 നമ്മൾ ഓൾറെഡി പഠിച്ചു ക്ഷയരോഗ ദിനമാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്തത് ഈ ലോക കാലാവസ്ഥ ദിനത്തിന്റെ പ്രമേയം ചോദിച്ചാൽ ക്ലോസിംഗ് ദ എർലി വാർണിംഗ് ഗ്യാപ് ടുഗദർ എന്നതായിരുന്നു പ്രമേയം എന്ന കാര്യം കൂടി ഓർത്തിരിക്കാം. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ടത് മാർച്ച് മാസം 23 ഇന്നാണ് ലോക കാലാവസ്ഥാ ദിനം. ലോക കാലാവസ്ഥാ ദിനം, കാലാവസ്ഥാ ദിനം ആയിട്ട് ആചരിക്കുന്നത്. ഈ ഒരു ദിനത്തിന്റെ 2025 കാലാവസ്ഥ ദിനമായിട്ട് ആചരിച്ചപ്പോൾ ഉണ്ടായിരുന്ന പ്രമേയം എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് ദ എർലി, ക്ലോസിംഗ് ദ എർലി, ക്ലോസിംഗ് ദ എർലി, ക്ലോസിംഗ് ദ എർലി വാർണിംഗ് ഗ്യാപ് ടുഗദർ, വാർണിംഗ് ഗ്യാപ്പ് ടുഗദർ. ഇതായിരുന്നു എന്ത്? പ്രമേയം എന്ന് പറയുന്നത്. ക്ലോസിംഗ് ദ എർലി വാർണിംഗ് ഗ്യാപ് ടുഗദർ എന്നതായിരുന്നു പ്രമേയം. വാർണിംഗ് ഗ്യാപ് ടുഗദർ എന്നതായിരുന്നു പ്രമേയം. അപ്പൊ 2025 മാർച്ച് 23 ലോക കാലാവസ്ഥ ദിനം. ആ ഒരു ദിവസത്തെ പ്രമേയം ചോദിച്ചാൽ ക്ലോസിംഗ് ദ എർലി വാർണിംഗ് ഗ്യാപ് ടുഗദർ എന്നാണ് പ്രമേയമായിട്ട് വരുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. വരുന്ന ദിവസങ്ങളിൽ നമുക്ക് തുടർന്നുള്ള കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിചയപ്പെടാം. അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.